സിമ്പിൾ വീഡിയോ ആയിട്ട് ഞാൻ അവതരിപ്പിക്കുകയാണ്. നമുക്ക് പരിചയപ്പെടാൻ ആള് ഇതാണ് ഗ്യാസ് മൻസൂർ. എന്താണ് മൻസൂർ നിങ്ങളെ അഭിപ്രായം? എങ്ങനെയാണ് ഖത്തറിൽ ബിസിനസ് ഉണ്ടാക്കിയത്? എങ്ങനെയാണ് ചരിത്രം ഒന്ന് പറഞ്ഞു കൊടുക്കുക എൻ്റെ പ്രൊഫഷണൽക്ക് വേണ്ടി. ഖത്തറിലെ ബിസിനസ് എന്ന് പറയുമ്പോൾ 2014 ഞാനിവിടെ എത്തുന്നത്. 2016 മാർച്ച് മാസം. അങ്ങനെ ഞാനിവിടെ ഫസ്റ്റ് വന്ന് ഇറങ്ങുന്നത് സനയയിലാണ്. സനയ ഇൻഡസ്ട്രിയൽ ഏരിയ സനയ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ, ഒരു കൗമാരപ്രായക്കാരനായ ഞാനിവിടെ വന്നിട്ട് എന്ത് ചെയ്യും അല്ലെങ്കിൽ എവിടുന്ന് തുടങ്ങും ഒന്നും അറിയാത്ത തരിശു ഭൂമി സനയ. അവിടെ ആ സനയയിലൊരു പഴയ പെട്രോൾ പമ്പ് ഉണ്ട്. പഴയ പെട്രോൾ പമ്പ് അത് ഉണ്ടായിട്ടില്ല, ഓപ്പൺ ആയിട്ടില്ല. അപ്പൊ ആ പെട്രോൾ പമ്പ് ഞാൻ എത്തിപ്പെടുമ്പോ ഞാൻ നാട്ടിൽ തന്നെ ഒരു കച്ചവടക്കാരനാണ്. മീൻസ് ചെറുപ്പം മുതലേ ബിസിനസ് എങ്ങനെ ലാഭം ഉണ്ടാക്കാം, എങ്ങനെ കച്ചവടം ചെയ്യാം എന്നുള്ള ആ ഒരു ചിന്തയിൽ മാത്രം കിടന്നുറങ്ങിയിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു ഞാൻ. എന്നെ തന്നെ പൊക്കി പറയല്ല, ഞാൻ എൻ്റെ ആയിട്ടുള്ള കാര്യം പറയുന്നു. അങ്ങനെ സനയിലെത്തി പഴയ പെട്രോൾ പമ്പിൽ മൊബൈൽ ഷോപ്പിൽ വർക്ക് കൊണ്ടിരിക്കുമ്പോൾ ആ പരിസരത്ത് മുഴുവൻ വണ്ടി കച്ചവടം നടക്കുന്ന ഏരിയ സനയില്. യൂസ്ഡ് കാറുകളുടെ ഒരു ചാകരയാണ് 10 നമ്പർ വണ്ടി കച്ചവടം, സനയ 10 നമ്പർ. അങ്ങനെ അവിടെ എത്തി ഞങ്ങളിങ്ങനെ, ഞാൻ മൊബൈൽ ഷോപ്പിൽ ഇങ്ങനെ വരും ആളുകൾ പ്രിന്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇസ്തിമാർ പ്രിന്റ് എടുക്കുന്നു അങ്ങോട്ട്. അപ്പൊ ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ട് ഇത് നമുക്ക് ചെയ്തുകൂടാ? ഈ ഇസ്തിമാറ പ്രിന്റ് എടുക്കലും കാണുമ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, ഈ വണ്ടി കച്ചവടം, പേപ്പർ ശരിയാക്കലും. അന്ന് ഇന്നത്തെ പോലെ ഇന്നൊക്കെ സിമ്പിളാ, മെട്രാസ് ത്രൂ അങ്ങ് മാറ്റാം. അന്ന് അങ്ങനെയല്ല, പേപ്പർ സബ്മിറ്റ് ചെയ്ത് ആ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു ചാർജ് വാങ്ങിക്കൊണ്ടു, അങ്ങനെ ഒരു ഇതുണ്ട്, ഒരു ചെയിന് പോയിട്ട് നടക്കുന്ന ഒരു സംഭവം. അപ്പൊ ഞാൻ ചിന്തിച്ചു എങ്ങനെ ബിസിനസ് ചെയ്യാം, എങ്ങനെ വണ്ടി കച്ചവടം ചെയ്യാം, എങ്ങനെ പേപ്പർ വർക്ക് ചെയ്യാം എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ എന്റെ ഓണറായിട്ടുണ്ടായിരുന്ന റമീസ്ക എന്ന് പറയുന്ന എന്റെ ചങ്ക് ബ്രോ ഇന്നും വന്നു. എന്റെ ചങ്കായിട്ടുള്ള റമീസ്ക എന്ന് പറയുന്ന ആദ്യം വന്നത്. അതെ. അങ്ങനെ അവിടെ വെച്ചിട്ട് ഞാനിങ്ങനെ വണ്ടി കച്ചവടത്തിൽ താല്പര്യമുള്ള ആളാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുകയും എന്നോട് ചോദിച്ചു, എനിക്ക് ഈ വണ്ടി കച്ചവടത്തിൽ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. അങ്ങനെ റമീസ്ക ആദ്യമായി വണ്ടി കച്ചവടം ചെയ്തത് എവിടെ വെച്ചാ? ആദ്യമായി ചെയ്തത് സനയിൽ വെച്ചിട്ട്. ഏതാ വണ്ടി? ഞാൻ ഫസ്റ്റ് വിറ്റ വണ്ടി ടിഡ എന്ന് പറയുന്ന ഒരു വണ്ടി 2004. എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കി ആ വണ്ടിയിൽ എനിക്കൊരു 3000 ഫസ്റ്റ് തന്നെ. അപ്പൊ തന്നെ നിങ്ങൾക്ക് കഴിവുണ്ട് മനസ്സിലായി. ഒരു 3000 മനസ്സിലായി നിനക്ക് കഴിവുണ്ട്. 3000 റിയാൽ ഞാൻ ഉണ്ടാക്കിയപ്പോ ഇവര് ചിന്തിക്കുക നീ ഇങ്ങനെ വിറ്റു. ഞാൻ പറഞ്ഞു എനിക്ക് നാട്ടിലെ വണ്ടി കച്ചവടം വെച്ച് ആ പരിചയം വെച്ച്